കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ 3 ജീവനക്കാർക്ക് കൂടി സസ്പെൻഷൻ. പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ട് ശ്യാം, സെക്ഷൻ ക്ലർക്ക് ബിന്ദു KG, അക്കൌണ്ട് വിഭാഗത്തിലെ സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. 3 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി സുനിഷ അയ്യലൂരാണ് ചേരുന്നത്. സുനിഷ, ഒടുവിൽ നടപടിയെത്തുകയാണ്. 3 കോടി രൂപയോളം തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ സസ്പെൻഷൻ, അല്ലേ? തീർച്ചയായും റോഷ്നി, അങ്ങനെ തന്നെയാണ്. കോട്ടയം നഗരസഭയിൽ പെൻഷൻ തിരിമറിയുടെ മറവിലാണ് ഇത്തരത്തിൽ 3 കോടിയിലധികം രൂപ ഈ മുൻ ജീവനക്കാരനായ അഖിൽ സി വർഗീസ് തട്ടിയെടുത്തത് എന്നതാണ്. അതിന് പിന്നാലെ തന്നെ നഗരസഭാ സെക്രട്ടറി ഈ പെൻഷൻ വിഭാഗത്തിലുള്ള ജീവനക്കാർക്ക് ഈ രേഖാമൂലം ഒരു അറിയിപ്പ് നൽകിയിരുന്നു. അതായത് അതിൽ മറുപടി നൽകണമെന്ന് പറഞ്ഞിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ജീവനക്കാർ നൽകിയ മറുപടി അത് തൃപ്തികരമല്ല എന്നതാണ് നഗരസഭാ സെക്രട്ടറി ഇപ്പോൾ റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ട് ശ്യാം, സെക്ഷൻ ക്ലർക്ക് ബിന്ദു KG, അക്കൌണ്ട് വിഭാഗത്തിലെ ബിൽ തയ്യാറാക്കുന്ന സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ അഖിൽ സി വർഗീസിനെ ഇപ്പോൾ നിലവിൽ വൈക്കം നഗരസഭയിലെ ക്ലർക്കാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ജീവനക്കാരന് ഒരു നഗരസഭയിൽ നിന്നും 3 കോടിയിലധികം രൂപ മറ്റൊരു ജീവനക്കാരും അറിയാതെ തട്ടിയെടുക്കാൻ കഴിയുമോ എന്നൊരു സംശയം അന്വേഷണ സംഘം ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിൽ റിപ്പോർട്ട് തേടുകയും ഒരു അന്വേഷണം നടക്കുകയും ചെയ്തത്. പക്ഷേ അതിൽ നിന്നും ഈ ജീവനക്കാർ നൽകിയ മറുപടി അത് തൃപ്തികരമല്ല എന്നതാണ് ഇപ്പോൾ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമായി പറയുന്നത്. ഏതായാലും നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ അന്വേഷണ സംഘം വിശദമായ ഒരു പരിശോധന അത് നഗരസഭയിലും ഒപ്പം തന്നെ ഈ അഖിൽ സി വർഗീസ മുൻപും ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഗരസഭകളിലും ഈ പരിശോധന നടത്തുന്നുണ്ട് എന്നതാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ മറ്റാർക്കെങ്കിലും കൃത്യമായി ഈ കോടികൾ മുക്കാനുള്ളതിൽ തട്ടിപ്പ് നടത്താനുള്ള രീതിയിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യും. ഏതായാലും റോഷ്നി, നിലവിൽ അഖിൽ സി വർഗീസ ഒളിവിൽ കഴിയുകയാണ്. ഇയാൾക്കുള്ള പരിശോധന പോലീസ് ഊർജിതമായി തുടരുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞെങ്കിൽ പോലും അയാളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത. സുനിഷ, ഒരു നഗരസഭയാണ്. ആ നഗരസഭയിലെ പെൻഷൻ വിഭാഗത്തിന്റെ സുതാര്യമായ ഇടപെടലുകളൊക്കെ നോക്കി നടത്തേണ്ട ആളുകളാണല്ലോ ഈ സൂപ്രണ്ടും ക്ലർക്കും ഒക്കെ. അവർ തന്നെ ഈ തട്ടിപ്പ് നടത്തുമ്പോഴുള്ള ഒരു അവസ്ഥ എന്താണ്? ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ പുറത്തു വന്നത് എങ്ങനെയാണ്? സുനിഷ, കേൾക്കാമോ? റോഷ്നി, കേൾക്കാം. ഈ നേരത്തെ ഈ വയനാട് ലാൻഡ്സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭകളൊക്കെ തന്നെയും ഈ ഫണ്ട് നൽകുന്ന പണം നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കോട്ടയം നഗരസഭയും ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. അതിനിടയിലാണ് ഈ പരിശോധിച്ചപ്പോഴാണ് 3 കോടിയിലധികം രൂപ കോട്ടയം നഗരസഭയുടെ ഫണ്ടിൽ നിന്നും പോയിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നാലെ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിലാണ് മുൻ ജീവനക്കാരനായ അഖിൽ സി വർഗീസ ഇത്തരത്തിൽ 3 കോടിയിലധികം രൂപ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ വലിയൊരു തട്ടിപ്പിന്റെ രഹസ്യം തന്നെ പുറത്തു വരുന്നത്. പ്രധാനമായും പെൻഷന്റെ മറവിലാണ് റോഷ്നി ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നതാണ്. അതായത് നേരത്തെ മരിച്ചുപോയ ചിലരുടെ അക്കൗണ്ടിലേക്ക് ആ അക്കൗണ്ട് മറ്റൊരു പേരിലേക്ക് മാറ്റിക്കൊണ്ട് ആ പണം ആ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അയാൾ ജോലി ചെയ്തിരുന്ന അത്രയും കാലയളവിൽ ഈ പെൻഷൻ തുക ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുകയും അത്തരത്തിൽ 3 കോടിയിലധികം രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ എന്തായാലും ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്.